നമ്മളല്ലേ ഗൈസ് എൻജോയ് ചെയ്യണം. അമ്മ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഇനി വിഷ് ചെയ്തില്ല എന്ന് പറയണ്ട ഗൈസ്. നിങ്ങളും കമന്റ് ബോക്സിൽ അമ്മയെ ബർത്ത്ഡേ വിഷ് ചെയ്യണം. എൻ്റെ ഗിഫ്റ്റ് ഇതാണ്. വെറൈറ്റീസ് ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മഴയാണ്. മഴയത്ത് എന്താണ് പരിപാടി അവിടെ? ഹലോ ഗൈസ്, ഇവിടെ യൂട്യൂബർ എടുത്താ ഇത് പിന്നെ രേഖം കണക്കിന് മഴയത്ത് ഇറങ്ങി ഗൈസ്, എന്നെ വഴക്കുറയുന്ന അമ്മയും അമ്മൂമ്മയും ക്യാമറ ഒന്ന് പോടി. എനിക്ക് വട്ടെന്നാണ് പറയുന്നത് ഗൈസ് ഇവര്. ഗൈസ്, എന്നെ കയറി വന്ന അമ്മയും അമ്മൂമ്മയും കണ്ടോ ഗൈസ്? പായലുണ്ട്, മിന്നലുണ്ട്. ഇളകി കേറിപ്പോ, ഞാൻ ഒന്ന് കുളിക്കിട്ടും മനസ്സമാധാനമായിട്ട്. മഴക്കാലം തുടങ്ങി ഗൈസ്. ഇനി മഴ, ചായ, പാട്ട് അല്ലേ അമ്മ? അമ്മ ഇതേവരെ എൻ്റെ വ്ളോഗിൽ വന്നിട്ടില്ല. ഹായ് ഹായ് ഗൈസ്. നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മ നാളെ ഗുരുവായൂർ പോവുകയാണ് അല്ലേ? അതെ. അമ്മയ്ക്ക് ഈ ക്യാമറ ഓണാക്കിയപ്പോൾ അമ്മയ്ക്കൊന്നും പറയില്ല, അല്ലെങ്കിൽ 100 നാക്കാണ്. എവിടെ പോയാണ്ടോ ഗൈസ്. അമ്മേ വാ, നമുക്ക് ഡാൻസ് കളിക്കാം. ഞാൻ ചൊറിയുന്നു ഗൈസ്. തുള്ളി ഗൈസ്, എൻ്റെ കൂടെ മഴയത്ത് കുളിക്കാൻ വന്നോ ഗൈസ്? ഇതൊക്കെയല്ലേ ലൈഫ്. ഇങ്ങനെ മഴ നനഞ്ഞില്ലെങ്കിൽ എന്തിനു കൊള്ളാം അല്ലേ അമ്മ? പറയൂ. അമ്മയ്ക്ക് എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ള? നല്ല മകനെ കുറിച്ച് കുറച്ച് പറഞ്ഞാലേ കേൾക്കുള്ളൂ, മൈക്കൊന്നുമില്ല. അമ്മ ഒരു 4000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മൈക്ക് വാങ്ങിയത് ഒരു ഭാവി അവസാനം അമ്മയ്ക്ക് പറയാം, മോനൊരു ബ്ലോഗറാണ്. പോന്ന് പട്ടി വില എനിക്ക്. അമ്മ ഭയങ്കര വേർഡിനോടൊക്കെ ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ തെണ്ടി എന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറെ പറഞ്ഞു. ഇപ്പൊ ഞാൻ പട്ടി വില എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അമ്മ അയ്യോ അമ്മ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഇനി വിഷ് ചെയ്തില്ല എന്ന് പറയണ്ട ഗൈസ്. നിങ്ങളും കമന്റ് ബോക്സിൽ അമ്മയെ ബർത്ത്ഡേ വിഷ് ചെയ്യണം. എൻ്റെ ഗിഫ്റ്റ് ഇതാണ്. ഞാൻ കുറെ പേരെ കൊണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്യിപ്പിക്കാം കമന്റ് ബോക്സിൽ. നമുക്കപ്പോൾ കുറച്ചു നേരം കൂടെ മഴയത്ത് നനഞ്ഞ് കുളിച്ചിട്ടുണ്ടോ ഗൈസ്? ഓക്കെ. അയ്യോ, ഈ ട്രൈപോഡ് ആട്ടം ഉണ്ട് കേട്ടോ. അയ്യോ, ഒരു ട്രൈപോഡ് വാങ്ങിത്താമ. ട്രൈപോഡും മൈക്കും. ഒരു വ്ളോഗറിനെ സൃഷ്ടിക്കേണ്ട മാതാവാണ്. ഗൈസ്, അമ്മയ്ക്ക് ക്യാമറ ഫ്രണ്ടിൽ വരാൻ മടിയാണ് ഗൈസ്. ഇത് എൻ്റെ വീടിൻ്റെ ബാക്കിൽ ട്രഷറിയാണ് കേട്ടോ. ട്രഷറിയുടെ മേളിൽ നിന്ന് ചേട്ടന്മാരും ഓരോരുത്തരൊക്കെ നോക്കണം, അവിടുത്തെ സ്റ്റാഫ് നോക്കണം. ഈ ചെറുക്കിന് എന്ത് പ്രാന്ത, അവർ വിചാരിക്കട്ടെ വലതും. നമ്മളെ ഗൈസ് എൻജോയ് ചെയ്യണം.
ഇത് കാണും അമ്മ ഭയങ്കര ബിസിയാണ് ഫോൺ കോളിൽ. ക്യാമറ കാണിച്ചത് അമ്മ ഓടി. അയ്യോ, ഇത് കാണാൻ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണ്, പക്ഷെ വട്ടല്ല കഴിച്ച്. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. മഴയത്ത് ഇതേപോലെയൊക്കെ എൻജോയ് ചെയ്ത് നോക്കണം, ഒന്ന് ഇറങ്ങി നോക്കണം, എന്നാലേ അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുള്ളൂ. കിടക്കുന്നത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് വല്ലതും അച്ഛൻ കണ്ടോണ്ട് വരണം. ശരി, ഞാൻ അവിടെ കിടക്കുമ്പോൾ തന്നെ അച്ഛൻ കയറ്റി തുറന്ന് വരും. ആ വണ്ടിയോടെ തന്നെ എഴുതാത്തോടെ കയറ്റിക്കൊണ്ടു. എൻ്റെ അമ്മ ഭയങ്കര ബിസിയാണ് കേട്ടോ. MLAക്ക് പോലും ഇങ്ങനെ ഫോൺ കോൾ വരില്ല. ഞാൻ നല്ലൊരു കോട്ട് കവി വരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു കോള് വന്ന്. എയർടെലായിരുന്നു വിളിച്ചത്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കുമ്പോൾ വിളിക്കും. അപ്പം മഴക്കാലമൊക്കെ തുടങ്ങി, സൂക്ഷിച്ച് പനി മഴയത്ത് ഇറങ്ങി. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് മഴയത്ത് ഇങ്ങനെ ഇറങ്ങി പനി വന്നിട്ട് എന്നെ പറയല്ലേ ഗായ്സ്. ആ പറയുമ്പോൾ എനിക്ക് പനി മാറിയില്ല, എന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ കാരണം ഇനി ആർക്കും പനി വന്നിട്ട് എന്നെ കുറ്റം പറയില്ല ഗായ്സ്. മഴ എന്നെ ചതിച്ചു ഗായ്സ്. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, ഒരു അരമണിക്കൂറേ മഴ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആഗ്രഹം അങ്ങ് കഴിഞ്ഞു. ഇനി സമാധാനമായി. മഴ കണ്ടപ്പോൾ ചാടണമെന്നുള്ള ആഗ്രഹം കഴിഞ്ഞു ഗായ്സ്. എൻ്റെ വേറൊരു കാര്യം കാണുന്നു, അച്ഛൻ്റെ കൃഷി കാണുന്നു. വെണ്ടയുണ്ട്, അത് കേബേജോ കോളിഫ്ലവർ എന്തോ ആണ്. അത് പപ്പായ ഉണ്ട്, വെണ്ടയ്ക്കുണ്ട്, വെണ്ടയ്ക്ക ലാഡീസ് ഫിംഗർ. പിന്നെ ജമന്തി ഉണ്ട്. ജമന്തി എന്തിനാന്തോ ചുമ്മാ ഭംഗിക്ക്. അലോവേര ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട്. കേബേജ് ഉണ്ട്. പിന്നെ ബാക്കിൽ മരിച്ചിനി എന്തൊക്കെ സംഭവം. ഇതൊക്കെ എന്തോ എല്ലാം ജൈവ പച്ചക്കറികളാണ് ഗൈസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഓക്കെ, ബൈ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ടാറ്റ, ബൈ, ടേക്ക് കെയർ.